നമസ്കാരം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമ വാർഷിക ദിനമാണ് ഇന്ന്. മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഇന്ത്യയുടെ പിറവിക്ക് നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ നൽകിയ സ്വാധീനം വിലമതിക്കാനാവാത്തതാണ്. നീതിയും സമത്വവുമുള്ള സമൂഹത്തിനായുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളുടെ പ്രതീകമായി നിലകൊള്ളുകയാണ് ഇന്ന് നെഹ്റു. ഒരു രാഷ്ട്രത്തിന്റെ ഭാവി സ്വപ്നങ്ങളുടെ മുഴുവൻ കാവൽക്കാരനായിട്ടാണ് 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റത്. ഇന്ത്യൻ ദേശീയതയുടെ ആദ്യ വർഷങ്ങളിൽ ലോകം നെഹ്റുവിനൊപ്പമാണ് ഇന്ത്യയെ തിരിച്ചറിഞ്ഞത്. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയതും വളർത്തിയതും നെഹ്റുവിന്റെ ദർശനങ്ങളും നയങ്ങളുമായിരുന്നു. വൈവിധ്യമാർന്ന മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ഒരു രാജ്യത്ത് വർഗീയതയുടെ വിഷം കലക്കുന്നതിലല്ല, മറിച്ച് ജനതയുടെ ഐക്യം സംരക്ഷിക്കുന്നതിനാണ് ഊന്നൽ നൽകേണ്ടതെന്ന് വിശ്വസിച്ച പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. വ്യാവസായിക വൽക്കരണത്തിലൂടെയും ശാസ്ത്രീയ പുരോഗതിയിലൂടെയും ഇന്ത്യയെ നവീകരിക്കാനാണ് നെഹ്റു ലക്ഷ്യമിട്ടിരുന്നത്. നിരവധി പൊതുമേഖലാ സംരംഭങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഗവേഷണ ലബോറട്ടറികളും സ്ഥാപിക്കപ്പെട്ടു. ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും നവീകരണത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കുന്നതിലായിരുന്നു ശ്രദ്ധ. ചേരിചേരാ നയമായിരുന്നു നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ സവിശേഷത. 1964 മരണം വരെ നീണ്ട നെഹ്റുവിന്റെ ഭരണകാലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പരിവർത്തനത്തിന്റെ കാലഘട്ടമായിരുന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ, പരിഷ്കർത്താവ്, ദീർഘദർശി എന്നീ നിലകളിൽ നെഹ്റുവിന്റെ പാരമ്പര്യം ഇന്ത്യക്കാരുടെ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.